ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിലെ ഇനി വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ദേവിയാണെങ്കിൽ ദേവമംഗലത്തിലേക്ക് വീണ്ടും വരുവാണ്. വാതിൽ തുറക്കുന്നത് മിത്രയും മീനാക്ഷിയാണ് കേട്ടോ. മിത്ര ചോദിക്കണ്ടല്ല ദേവിയെടുത്ത് നിന്നെ ഇപ്പം ഇങ്ങോട്ട് വന്നു ചോദിക്കുമ്പോൾ അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്, ഇതേ എൻ്റെ വീടും കൂടിയിട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷി പറയണ്ട മിത്ര ആർത്തി പറഞ്ഞതല്ല, ഇന്നലെ അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ദേവിയെടുത്ത് പോയതല്ലേ, പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോഴേക്കും മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞാലും ദേവിയെടുത്തി അത് ഓർത്തിട്ടാണ്. എനിക്ക് നിങ്ങളത് കാണാതിരിക്കാൻ പറ്റില്ല മക്കളെ, നോക്ക് എനിക്ക് നിങ്ങളും ഈ വീടൊന്നും ഇല്ലാതെ ദേവിയെടുത്തേക്ക് ഒരു ജീവിതം ഇല്ല എന്നൊക്കെ ദേവി പറഞ്ഞുകൊണ്ടിരിക്കാട്ടോ. അല്ല മീനാക്ഷി ചോദിക്കണ്ടല്ല ദേവിയെടുത്ത് ഇപ്പോൾ എന്താ വന്ന്, ഇന്നലെ പലതും എൻ്റെ അച്ഛനും അമ്മയും ഇവിടുത്തെ ബാലച്ചനും അമ്മയും എല്ലാവരും പരസ്പരം സംസാരിച്ചെങ്കിലും ഞാൻ എൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ വന്നത് എൻ്റെ ഭാഗത്തുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അത് കേട്ടേ പറ്റൂ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി പറയണ്ടേ മോളെ, അതല്ലേ ന്യായം. ഒരാൾ മാത്രം സംസാരിക്കുന്നതല്ല ന്യായം, രണ്ടുപേരുടെ ഭാഗവും കേൾക്കേണ്ടതല്ലേ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് മോളെ, അതിനെ വേണ്ടിയിട്ട് ഞാൻ ഇവിടേക്ക് വന്നത്. അല്ല ബാലച്ചൻ എവിടെ, കടയിൽ പോയോ, അമ്മ ഇവിടെ ഉണ്ടോ, അതോ അമ്പലത്തിൽ പോയോ, ഓ കുളിക്കുകയാണോ എന്നൊക്കെ എന്നെ ചോദിച്ചുകൊണ്ടിരിക്കെ തന്നെ ഗോമതി അവിടേക്ക് വരുന്നുണ്ട്. ഗോമതി ദേഷ്യത്തിലാണ് അവിടേക്ക് വരുന്നത് കേട്ടോ. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗോമതി പറയുന്നത് നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതല്ലേടി, നിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുവാണ്, നിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് എന്നെ തന്നെ പിടിച്ച് കത്തിക്കാൻ തോന്നുവാണ്. അമ്മ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അമ്മയുടെ മനസ്സിൽ എത്രമാത്രം എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അമ്മേ എന്ന് പറയുമ്പോൾ ഗോമതി പൊട്ടിക്കരയാണ്. ദേവി വേഗം തന്നെ ഗോമതിയുടെ കാല് പിടിച്ച് പറയണ്ട അമ്മേ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അമ്മ കേൾക്കണം, എല്ലാന്നുണ്ടെങ്കിൽ ഈ മോൾക്ക് നാളെ ഇതിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അയ്യോ ഇത് അറിഞ്ഞില്ലല്ലോ ഒന്നുമായിട്ട് വിഷമിച്ചിട്ട് കാര്യമല്ലോ അമ്മേ എന്ന് പറയുമ്പോഴേക്കും വേണ്ട, നീ പറയണത് ഒന്നും എനിക്ക് കേൾക്കണ്ട, കേട്ടെടുത്തോളം മതി. നീ എന്താ പറയാൻ വേണ്ടത്, എല്ലാം നിന്റെ അച്ഛനും അമ്മയും നിർബന്ധിച്ച് നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്നും നിന്റെ അനിയത്തിയുടെ ഭാവി നോക്കാൻ വേണ്ടി നീ കള്ളം പറഞ്ഞതാണെന്നും ഇതൊക്കെയല്ലേ പറയാൻ പോണത്. ഇതൊക്കെ നിന്റെ അച്ഛനും അമ്മയും കൂടി ഇവിടെ വന്ന് പറഞ്ഞതല്ലേടി, അതിൽ കൂടുതൽ നിനക്ക് എന്താ ഇനി പറയാനുള്ളത് എന്ന് ഗോമതി ചോദിക്കുമ്പോൾ ദേവി പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് ശരിയാണ്, അത് ഒരു കാരണം, പിന്നെ വേറൊരു കാരണം കൂടി ഉണ്ടമ്മേ, അത് നിങ്ങളെല്ലാവരും അറിയണം, അതിനെ വേണ്ടിയിട്ട് ഞാൻ ഇവിടേക്ക് വന്നത്. എവിടെ ആകാശ്, എവിടെ ആര്യൻ, എവിടെ ആനന്ദേട്ടൻ ഇവിടെ ഇല്ലേ എന്നൊക്കെയാണ് ചോദിക്കുമ്പോൾ മീനാക്ഷി പറയണ്ടേ എടുത്തി ഇവിടെ ആരുമില്ല, ഞാനും അമ്മയും മിത്രയും മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. ദേവി പറയുന്നുണ്ട് അമ്മേ എനിക്കധികം സമയമില്ല, ഞാൻ പെട്ടെന്ന് തന്നെ പോയിക്കോളാം, ഇവിടെ നിൽക്കാനൊന്നും വന്നേന്നും അല്ല അമ്മേ. ഒരു കാര്യം മാത്രം അമ്മയും മീനാക്ഷിയും മിത്രയും നിങ്ങൾ അറിയണം, നിങ്ങൾ ഒരിക്കലും ഈ ദേവിയെടുത്ത് ചതിച്ചിട്ടില്ല, ചതിക്കാൻ വേണ്ടി കൂട്ടു നിന്നിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മയും ഓരോരോ കള്ളങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കുമ്പോഴും ഞാൻ പരസ്പരം വേദനിക്കുമായിരുന്നു, പരസ്പരം ഞാൻ തന്നെ എന്നെ പിടിച്ചടിക്കുമായിരുന്നു. കാരണം അത്രമാത്രം വേദനിച്ചിട്ടാണ് മക്കളെ ഞാൻ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങളുള്ള സ്നേഹം കൊണ്ടിട്ടാണ് വിദ്യക്ക് ഇപ്പൊ നല്ലൊരു ആലോചന പോലും വന്നിട്ടുണ്ട്. ആ ആലോചനക്കാരി പറഞ്ഞത് എന്താണെന്നറിയാവോ, ഗോമതി സ്റ്റോഴ്സിലെ ബാലന്റെ അടുത്തേക്കല്ലേ മൂത്ത പെണ്ണിനെ മരുമകളായിട്ട് കെട്ടിച്ചു വിട്ടേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒന്നും അന്വേഷിക്കേണ്ട കാര്യം പോലും ഇല്ലെന്നാ പറയണത്. അപ്പൊ അത്രമാത്രം വിശ്വാസമാണ് നാട്ടുകാർക്ക് എല്ലാവർക്കും നിങ്ങളെ, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു കുടുംബത്തിലേക്കാണ് ഞാൻ കയറി വന്ന് ഇത്രമാത്രം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഒരിക്കലും സഹിക്കാനും ക്ഷമിക്കാനും നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ലെന്ന് എനിക്കറിയാം. ഇത് കേൾക്കുന്ന ഗോമതി മീനാക്ഷി അടുത്ത് പറയുന്നുണ്ട് മീനു അവൾ ഇതിന് പറയാനുണ്ടെങ്കിൽ വേഗം പറഞ്ഞിട്ട് പോവാൻ നോക്ക്, ഇവിടെ വേറെ പണിയുണ്ട്, ബാലേട്ടൻ വന്ന വെറുതെ പ്രശ്നമാകുമെന്ന് പറഞ്ഞേക്ക് എന്ന് പറയുമ്പോഴേക്കും ദേവിക്കാരനെ കൊണ്ട് പറയുന്നുണ്ട് അതേ അമ്മേ ഞാൻ പോകാൻ തന്നെയാണ് അമ്മേ വന്നത്, പക്ഷെ ഒരേ ഒരു കാര്യം അമ്മ അറിയണം. അമ്മയും എൻ്റെ അച്ഛനും ഇവിടെ വന്നപ്പോഴേക്കും പറഞ്ഞിരുന്നല്ലോ എൻ്റെ ജാതകദോഷത്തിൻ്റെ കാര്യം, അതിനെക്കുറിച്ച് പിന്നെ നിങ്ങൾ ആരും ചോദിച്ചതുമില്ല. അതേമേ എനിക്ക് ജാതകത്തിന് ഒരു ദോഷമുണ്ട് എന്ന് പറയാണ്. ജാതകദോഷം, പുതിയ കള്ളത്തരമായിട്ട് വന്നിരിക്കുക അവള് എന്ന് ഗോമതി പറയുമ്പോൾ അയ്യോ ഒരിക്കലും ഇല്ലമ്മേ, ഒരിക്കലും കള്ളത്തരല്ല, ഞാൻ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമേ, എനിക്ക് ജാതകദോഷമുണ്ട്. ഈ ഒരു പ്രായത്തിൽ അതായത് 30 വയസ്സിന് മുകളിൽ എനിക്ക് വിവാഹം നടക്കില്ല, വിവാഹം നടക്കണമെങ്കിൽ 30 വയസ്സിന് മുമ്പ് തന്നെ നടക്കണം, അതും 30 വയസ്സിന് വിവാഹം കഴിഞ്ഞ് എനിക്കൊരു കുഞ്ഞായാൽ മാത്രമേ എനിക്ക് ജീവനോട് ഇരിക്കാനായിട്ട് പറ്റത്തുള്ളൂ അമ്മേ, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മരണം അതെന്തായാലും സംഭവിക്കും എന്നൊക്കെ പറയാണ്. ഇപ്പോഴത്തെ കാലത്ത് ഇതാരെങ്കിലും വിശ്വസിക്കോ എന്ന് ഗോമതി പറയാണ്. ഒരുപാട് പഴയ സിനിമകളിലൊക്കെ ഇങ്ങനത്തെ കുറെ ഡയലോഗ് കേട്ടിട്ടുണ്ട്, അതുപോലെ പഴയ സിനിമ എന്തെങ്കിലും കണ്ടിട്ട് നിന്റെ അച്ഛൻ പറഞ്ഞ ഡയലോഗാണ് ഇത്, 30 വയസ്സിന് മുമ്പ് വിവാഹം കഴിഞ്ഞാൽ അവൾ മരിക്കും പോലും. അമ്മേ അത് അവരുടെ വിശ്വാസം, പിന്നെ എൻ്റെ അനിയത്തിൻ്റെ പേര് വേണ്ട അവർ പല കള്ളവും നിങ്ങളടുത്ത് പറയാൻ വേണ്ടി പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ ക്ഷമിക്കണം, എൻ്റെ ജാതകദോഷത്തിൻ്റെ കാര്യം നിങ്ങളടുത്ത് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ പലപ്പോഴും ഈ സത്യങ്ങളൊക്കെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാൻ വേണ്ടി വന്നിട്ടുണ്ട് ഞാൻ, പക്ഷെ അപ്പോഴൊക്കെ ഞാൻ എന്തിനു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം എന്നിൽ നിന്ന് അകന്നു പോവില്ലേ, നിങ്ങളെല്ലാവരും എന്നെ വെറുക്കില്ലേ, അതൊക്കെ ആലോചിച്ചിട്ടാണമ്മേ ഞാൻ ഒരു സത്യവും പറയാതെ എന്ന്. സത്യമാണമ്മേ, ഇതാണ് എൻ്റെ ജാതകം, അമ്മ ഇത് കൊണ്ടിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടേ പരിശോധിച്ചോ എന്ന് പറയുമ്പോൾ ഗോമതി ആ ജാതകം കീറിക്കളയണം. ഒരു കള്ള ജാതകമായിട്ട് വന്നിരിക്കുക, ഇറങ്ങി പോടി നീ ഇവിടുന്ന്, നീ അങ്ങനെ
ചത്തുപോയെങ്കിൽ അത്രയും സമാധാനം, ഡിവേഴ്സിനും കാര്യങ്ങൾക്ക് വേണ്ടി പോകണ്ടല്ലോ, എന്റെ മോൻ എത്രയും പെട്ടെന്ന് ഡിവേഴ്സ് കിട്ടിയാൽ വേറെ കല്യാണം നോക്കാലോ. കോമതി പറയുമ്പോഴേക്കും ഇത്രയും മീനാക്ഷി പറഞ്ഞ അമ്മേ എന്തൊക്കെ ഈ പറയണതെന്ന് ചോദിക്കുമ്പോൾ സാരില്ല മക്കളെ, അമ്മ പറഞ്ഞത് അമ്മയുടെ മനസ്സിലെ വേദനയല്ലേ. പിന്നെ ഒരു കാര്യം, ആനന്ദേട്ടൻ പല പ്രാവശ്യം എന്നെ കുറ്റപ്പെടുത്തിയായിരുന്നു, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു, കുഞ്ഞിനെ വരെ നഷ്ടപ്പെടുത്തിയെന്ന്. എന്നിട്ട് പോലും നിങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ ആ കുഞ്ഞിനെ നഷ്ടപ്പെടാനുണ്ടായ യഥാർത്ഥ കാരണം എന്താണെന്ന്. ആരെങ്കിലും ഉണ്ടിയോ ആനന്ദേട്ടന്റെ മനസ്സിൽ ആ കുഞ്ഞിനെ നഷ്ടപ്പെടാനുള്ള കാരണവും ഞാൻ തന്നെയായിട്ടല്ലേ കിടക്കുന്നത്. ആ കുഞ്ഞിനെ വേണ്ടിയിട്ട് ആനന്ദേട്ട സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും അറിയാത്ത പോലെ നടിച്ച് നടന്നത്, ആ കുഞ്ഞിനെ വേണ്ടി മാത്രം എന്നോട് പഴയ പോലെ സ്നേഹിക്കാനും തുടങ്ങിയത് കുഞ്ഞിനെ വേണ്ടിയിട്ടാ. ആ കുഞ്ഞ് നഷ്ടപ്പെടാനുള്ള കാരണം നിങ്ങൾ ആരെങ്കിലും ആനന്ദേട്ടനോട് പറഞ്ഞിട്ടും ആനന്ദേട്ടന്റെ മനസ്സ് മാറില്ലായിരിക്കാം. പക്ഷേ ആരെങ്കിലും എന്റെ ഭാഗം ന്യായീകരിച്ച് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? മീനാക്ഷി പറയുന്നുണ്ട്, ദേവിയെടുത്തി എനിക്കും ഇത്രക്കും പല പ്രാവശ്യം സംശയം തോന്നിയിട്ടുണ്ട്. ദേവിയെടുത്തിയും ആനന്ദേട്ടനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടെന്ന് റൂമില്. ഞങ്ങൾ ഇത് ചോദിക്കാൻ വന്നത് ദേവിയെടുത്തിക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്, കണ്ണിൽ കരട് പോയി, നിങ്ങൾ സംസാരിച്ചിരിക്കുകയായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. നിങ്ങൾ തമ്മിലൊരു പ്രശ്നം ഇതിന്റെ പേരിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ നേരത്തെ തന്നെ ആനന്ദേട്ടനോട് സത്യങ്ങളൊക്കെ പറഞ്ഞാനേ എന്ന് പറയുമ്പോൾ ദേവി പറയണ്ടേ, എന്തായാലും ഞാൻ പോകുക മക്കളെ, എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പിന്നെ ഇതുപോലെ ഒരുപാട് പെൺപിള്ളേരുണ്ടാകും, അച്ഛനും അമ്മയും പറഞ്ഞ വാക്ക് കേട്ട് ഒരുപാട് കള്ളങ്ങൾ പറയുകയും കള്ളങ്ങൾ ചെയ്ത ഒരുപാട് കുട്ടികളുണ്ടാകും. അവരുടെയൊക്കെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. എന്തായാലും ഞാൻ പോകുക കേട്ടോ, ഇനി ദേവിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ആരും വിഷമിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ ദേവി എടുത്ത് അവിടെ നിന്ന് പോവാണ്. ദേവി പോയി കഴിയുമ്പോഴേക്കും മീനാക്ഷി ഗോമതി എടുത്ത് പറയണ്ട, അമ്മേ ദേവിയെടുത്തിനെ വിളിക്കാമേ, എനിക്കെന്തോ ദേവിയെടുത്തിനെ പോക്ക് കാണുമ്പോൾ എന്തോ പേടിയാവുന്നു അമ്മേ, ദേവിയെടുത്തി എന്തെങ്കിലും അബദ്ധം കാണിക്കും അമ്മേ എന്ന് പറയുമ്പോൾ കാണിക്കണമെങ്കിൽ കാണിക്കട്ടെ, അവളുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ, അവള് അബദ്ധം കാണിക്കണമെങ്കിൽ കാണിക്കട്ടെ, പോയി ചാവണമെങ്കിൽ ചാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഗോമതിയും അകത്ത് കയറി പോവാണ്. മീനാക്ഷിയും ഇത്രയും കൂടി പറയണ്ട, ഈശ്വര ദേവിയെടുത്തേക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്ന് എനിക്ക് സംശയം തോന്നുന്നു. മീനാക്ഷി ഇത്ര പറയേണ്ടത്, മീനുവെടുത്തി എടുത്ത് ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും എനിക്കും എന്തൊക്കെയോ പോലെ തോന്നുവാണ്, നമുക്ക് ദേവിയെടുത്തിന് പുറകെ പോയാലോ എന്ന് പറയുമ്പോൾ ഗോമതി അവിടേക്ക് വരുന്നുണ്ട്. അതെ, ആരും അവളുടെ പുറകെ പോകാൻ നിൽക്കേണ്ട, പുകഞ്ഞ പുള്ളി പുറത്ത് എന്ന് കേട്ടില്ലേ, ഇനി അവളുടെ വിധി അവളായിട്ട് വരുത്തി വെക്കുന്നതാണ്, നിങ്ങൾ അകത്ത് കയറിക്കേ, മീനു നിനക്ക് ജോലിക്ക് പോകാനല്ലേ, പോയി ജോലിക്ക് പോകുക എന്ന് പറയണം. ദേവി അവിടെ നേരെ പോണത് വീട്ടിലേക്കൊന്നും കേട്ടോ, അമ്പലനടയിലും അങ്ങനെ പല സ്ഥലങ്ങളിലാണ്, ഇനി വീട്ടിലേക്ക് പോലും ഉറപ്പിച്ചിരിക്കുകയാണ് ദേവി. അതായത് വിദ്യക്കൊരു ആലോചന വന്നിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്ത് കള്ളം വേണമെങ്കിലും തന്റെ അമ്മയും അച്ഛനും പറഞ്ഞുണ്ടാക്കിക്കോട്ടെ, പറഞ്ഞ് ഫലിപ്പിച്ചോട്ടെ, പക്ഷെ താൻ ഉണ്ടാവാതിരുന്നാ പോരെ എന്ന് ദേവിയും വിചാരിക്കുകയാണ്. അങ്ങനെ ദേവിക്ക് മരിക്കാൻ പേടിയായതുകൊണ്ട് തന്നെ അമ്പലനടയിലും ഒരുപാട് അനാഥാലയങ്ങളിലൊക്കെ പോയിട്ട് അഭയം പ്രാപിക്കുകയാണ് നമ്മുടെ ദേവി കേട്ടോ. ദേവീനെ കാണാനില്ലെന്ന് വാർത്ത പതുക്കെ ചുരുളഴിയുന്നുണ്ട്. അങ്ങനെ ഉദയഭാനുടുത്ത് നമ്മുടെ അച്യുതൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ദേവി മോളുണ്ടല്ലോ ഇന്നലെ ഇവിടെ ഒന്ന് മനസ്സ് തകർന്നാ പോയത്, ഇവരാരും അവൾ അകത്ത് കേട്ടില്ല, പോയി ചത്തോന്ന് പറഞ്ഞിട്ടാ ഗോമതി അവളെ പറഞ്ഞയച്ചത്. ഗോമതി, എന്റെ മോൾക്ക് എന്തിനു സംഭവിച്ച, നിങ്ങളെ ഞാൻ ആരെയും വെറുതെ വിടില്ല എന്ന് ഉദയഭാനു പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉദയഭാനു തന്റെ മോളെ അന്വേഷിച്ചിറങ്ങണം. പക്ഷെ ദേവിനെ ആർക്കും കിട്ടുന്നില്ല കേട്ടോ, പിടി കിട്ടുന്നേ ഇല്ല. ദേവിയുടെ ജാതകം ഇങ്ങനെ ചേർത്ത് വെച്ച് നോക്കുകയാണ് നമ്മുടെ ഗോമതി. ശേഷം ആ ജാതകമായിട്ട് നമ്മുടെ ജോത്സ്യന്റെ അടുത്തേക്ക് പോകുമ്പോൾ ജോത്സ്യനെ ഞെട്ടിക്കുന്ന സത്യം പറയാണ്, അതെ ഈ പെൺകുട്ടിക്ക് അങ്ങനത്തെ ഒരു ജാതകദോഷമുണ്ട്, പക്ഷെ ഇവിടെ മഹാലക്ഷ്മിയാണ്, കൈവിടരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങളാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.